നമുക്ക് ആദ്യം ശബരിമലയിലേക്കാണ്. ശബരിമലയെ കുറിച്ച് പറഞ്ഞാൽ അപ്പോ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ആവും. തട്ടിപ്പിനെ കുറിച്ചാണോ അതോ പമ്പയിലെ വെട്ടിപ്പിനെ കുറിച്ചാണോ? നമുക്ക് എന്തായാലും തട്ടിപ്പിനെ കുറിച്ച് തുടങ്ങണ്ടല്ലേ? ആദ്യം നമ്മൾ എല്ലാ ദിവസവും മുൻപ് ശബരിമല തീർത്ഥാടന കാലം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും നട തുറക്കുമ്പോൾ നമ്മൾ സന്നിധാനത്ത് നിന്നാണ് തുടങ്ങാറ്. അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം അല്ലേ? അപ്പോൾ നമുക്ക് സന്നിധാനത്തേക്ക് തന്നെ ആദ്യം പോകാം. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മാത്രം 30,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. ഇന്ന് 1,00,000-ഓളം ഭക്തർ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു. അരുൺ, എല്ലാ മാസവും ഇങ്ങനെ അയ്യപ്പനെ നേരിൽ കാണാൻ 1-2 തവണ ഓരോ ദിവസവും തൊഴാൻ ഭാഗ്യം കിട്ടുന്ന ഒരാളാണ്. അത് തീർത്ഥാടന കാലത്ത് നമ്മൾ കണ്ടു, മകരവിളക്ക് മണ്ഡല കാല മഹോത്സവ കാലത്ത് കണ്ടു. ഇപ്പോൾ വീണ്ടും അരുൺ സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. ഭക്തജന തിരക്ക് ഇപ്പോഴുണ്ടോ? തീർച്ചയായും നേരത്തെ രാഹിയും കൃഷ്ണരാജും പറഞ്ഞിരുന്നു, ഈ ആളില്ല അയ്യപ്പ സംഗമം വലിയ സൗകര്യങ്ങൾ, പടുകൂറ്റൻ പന്തൽ, ശീതീകരിച്ച മുറികൾ, അതോടൊപ്പം തന്നെ കോടികൾ ചിലവഴിച്ചു. അങ്ങനെ ആളില്ലാത്ത സംഗമം നടക്കുമ്പോൾ ഇവിടെ ഇങ്ങ് അയ്യൻ്റെ മുന്നിലേക്ക് അത് വ്രതമെടുത്ത് മാലയിട്ട് ഇരുമുടിയേന്തി ഭഗവാന്റെ പൊന്നു 18-ാം പടി കയറി തത്വമസി പൊരുളിന് മുന്നിലൂടെ ആ ഭഗവാന്റെ തിരുമുന്നിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം അത് ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിവാദങ്ങൾ ശബരിമലയുടെ പേരിലൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഈ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം അങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു തിരക്കാണ് ഈ ഭഗവാന്റെ തിരുമുന്നിൽ ഇന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ഭഗവാന്റെ തിരുസന്നിധാനമുള്ളത്. മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ദർശിക്കാനാകൂ. എന്തായാലും നിറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് താഴെ വലിയ നടപ്പന്തലും പൂർണ്ണമായും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും മാസപൂജയ്ക്കും മണ്ഡല മകരവിളക്കിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഇന്നലെ 30,000-ലധികം ഭക്തരാണ് ഭഗവാന്റെ ദർശനത്തിനായി ഈ സന്നിധിയിലേക്ക് എത്തുന്നത്. എന്തായാലും നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷമേ ഈ ഭക്തരിൽ ഭൂരിഭാഗവും അടങ്ങും. ഇന്ന് 50,000-ലധികം ഭക്തരാണ് ഭഗവാനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഈ അടിസ്ഥാന സൗകര്യ വികസനം അത് തന്നെയാണ് ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. കൃത്യമായി ഈ കോടികൾ ചിലവഴിച്ച് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുവെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിലേക്ക് എത്തിയില്ല. അവിടെ പമ്പയിൽ നടത്തിയ ഈ സംഗമത്തിൽ വലിയ ഒരു ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ പ്രായോഗിക കോടികൾ ശബരിമലയിലേക്ക് വരേണ്ട കോടികൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കോടികൾ അങ്ങനെ പാഴായി എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു നടപടികളോ ഇടപെടലുകളോ ഒന്നും ഈ സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ക്ഷണക്കത്തയച്ച് അതോടൊപ്പം തന്നെ വലിയ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ സ്വീകരണങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടുള്ള സംഗമം അങ്ങ് പമ്പയിൽ നടന്നപ്പോൾ അവിടെ ആളില്ലാതെ വന്നപ്പോൾ ഈ ഭഗവാന്റെ തിരുമുന്നിലേക്ക് അത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാകട്ടെ മാസപൂജയാകട്ടെ എല്ലാ സമയത്തും അത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ഭഗവാന്റെ തിരുസന്നിധാനമുള്ളത്. ആ ഒരു തിരക്ക് പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന ആ ഒരു തിരക്ക് പുലർച്ചെ 5 മണിക്കാണ് നട തുറക്കുന്നത്. നട തുറക്കുമ്പോൾ മുതൽ ആരംഭിക്കുന്ന ആ തിരക്ക് 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് വരെയും ഇങ്ങനെ തുടരുകയാണ്. എന്തായാലും ഭഗവാന്റെ സന്നിധാനം ഇങ്ങനെ ഭക്തിസാന്ദ്രമാണ്. അണമുറിയാത്ത തീർത്ഥാടകരുടെ പ്രവാഹമാണ് ഈ ഒരു സന്നിധാനത്തേക്കൊക്കെ തന്നെ ഉള്ളത്. ആ ഒരു തിരക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും എല്ലാ ദിവസവും ഇനി 5 ദിവസം കൂടിയാണ് ദർശനമുള്ളത്. ആ 5 ദിവസവും 1,00,000-ലധികം ഭക്തർ ഈ ഭഗവാനെ ദർശിക്കാനായി ഇവിടെ ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. കൃഷ്ണരാജ, രാഹി. എന്തായാലും അരുൺ പറഞ്ഞതുപോലെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ പുത്തൻപ്രതി തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു മഹാഭാഗ്യമായി തന്നെ അരുൺ അതുപോലെ അല്ല, ഞാൻ ഈ അയ്യപ്പ ഭക്തന്മാരുടെ അടുത്തേക്ക് പോകാൻ കഴിയും. കാരണം എല്ലാ ദിവസവും നമ്മൾ നിൽക്കുന്ന ഇടത്ത് നിന്നല്ല ഇന്ന് അരുൺ പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് വീണ്ടും വല്ല നിബന്ധനകളും ഉണ്ടോ? അകത്തേക്ക് പോകാൻ പാടില്ലെന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ ഭക്തരിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടോ അവിടെ അരുൺ?
തീർച്ചയായും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും മാധ്യമങ്ങൾക്ക് കൃത്യമായ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്രദേശത്ത് മാത്രമാണ് നിൽക്കാനുള്ള ഒരു അനുവാദം ഉള്ളത്. അതിനപ്പുറത്തേക്ക് പോകാനുള്ള ഒരു അനുമതി, ക്യാമറയോ ട്രൈപോഡോ കൊണ്ടുപോകാനുള്ള ഒരു അനുമതി അത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വിലക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഈ ഹരിവരാസനവും അതോടൊപ്പം തന്നെ ദീപാരാധനയും ഒക്കെ ചെയ്തത് ഭഗവാന്റെ തിരുസോപാനത്തിന് മുന്നിൽ നിന്നായിരുന്നു. പക്ഷേ അവിടെയൊക്കെ തന്നെ നിൽക്കുന്നതിന് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിലക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് ഒന്നും തന്നെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യം. എന്തായാലും ഭക്തിസാന്ദ്രമായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഭഗവാന്റെ കുംഭമാസ പുലരിയിൽ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്ന ഭക്തരുടെ ആ ഒരു തിരക്ക് ദിവസം കുംഭമാസ പുലരി ഈ അന്നം ഭഗവാന്റെ അന്നപ്രസാദം കഴിക്കാനായി ചോറുണ്ണാനായി എത്തിയ ഒക്കെ തന്നെ മുന്നിലേക്ക് ആദ്യ അന്നം എന്നത് ഒരു വലിയ പുണ്യമായി തന്നെ കരുതുകയാണ്. എന്തായാലും എവിടുന്നാണ്? പട്ടാമ്പി നടുവട്ടം, പാലക്കാട് പട്ടാമ്പി. എത്ര വയസ്സാണ് കുഞ്ഞ്? കുട്ടിക്ക് 7 മാസം. എൻ്റെ കുട്ടിയാണ് ഇത്, പെങ്ങളുടെ കുട്ടിയാണ് 10 മാസം. എങ്ങനെയാണ് ഈ ഒരു മണ്ണിലേക്ക് ആദ്യം എത്തുക, കുഞ്ഞിനെ കൊണ്ട് എത്തുക, ആദ്യം അന്നം ഭഗവാന്റെ ഒരു അന്നം തന്നെ കൊടുക്കുക, അതൊരു വഴിപാടായിട്ട് നേർന്നുണ്ടായിരുന്നു കുട്ടിക്ക്. അപ്പോൾ ഒന്നാണ്. നല്ല തിരക്കാണിത്, നല്ല തിരക്കാണ്. ഇപ്പോൾ കുംഭമാസത്തിൽ മാസപൂജയൊക്കെ അടക്കം ഇങ്ങനെ തിരക്കാണെന്നുണ്ടെങ്കിൽ അപ്പം മണ്ഡല മാസമൊക്കെ എത്ര ഇതായിരിക്കും, മണ്ഡല പൂജയ്ക്ക് അതേപോലെ മകരവിളക്കിനൊക്കെ എന്ത് തിരക്കായിരിക്കും. ഇത്രയുള്ള പറയുന്നത്. ഇതാ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ശബരിമലയിൽ നമ്മൾ വന്നിട്ടുണ്ട്. മണ്ഡല മാസത്തിൽ ഇതൊക്കെ ചോറൂണിന് കുട്ടീനായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അത് നല്ലൊരു അവസ്ഥയായിട്ട് നമ്മൾ കാണുന്നത്, അയ്യപ്പ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ പോയിട്ട് പത്തനാപുരം ചോറ് കൊടുക്കാൻ വന്ന കുഞ്ഞിന് നല്ല തിരക്കായിരുന്നു. ഇങ്ങനെ നിൽക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ പോലെ തന്നെ എന്തായാലും ആ അന്നം കഴിക്കുന്നതിനുള്ള ആ ചോറൂണിന് മുമ്പുള്ള ആ ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഭക്തിയും വിശ്വാസവും ഒക്കെ തന്നെ ആ ഭഗവാന്റെ മണ്ണിൽ അങ്ങനെ വർദ്ധിച്ച് വരികയാണ്. എത്ര തന്നെ വിവാഹത്തിലൂടെ കൊണ്ടുപോയി ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ വലിയ നീക്കങ്ങളൊക്കെ തന്നെ അത് സർക്കാരിൻ്റെ തലത്തിലാണെങ്കിലും ആസൂത്രിതമായി മറ്റു ശക്തികളുടെ തലത്തിലൊക്കെ ആണെങ്കിലും പോകുമ്പോഴും ഈ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഭഗവാനിലേക്ക് അചഞ്ചലമായ ഒരു ഭക്തിയോടെ എത്തുന്ന ഈ ഭക്തരുടെ എണ്ണം അത് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറുകളിലും നട തുറക്കുന്ന എല്ലാ സമയങ്ങളിലും ഭഗവാന്റെ മുന്നിലേക്ക് ഇങ്ങനെ അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹം ഇങ്ങനെ തുടരുകയാണ്. കൃഷ്ണരാജ്, അതുപോലെ തന്നെ അരുൺ, എന്തായാലും ഈ തട്ടിപ്പ് വാർത്തകളുടെ കൂടുതൽ വിവരങ്ങളൊക്കെ വരുന്നു, പരിശോധനകൾ നടക്കുന്നു, ശബരിമല സന്നിധാനത്തടക്കം പരിശോധന നടക്കുന്നു. ഈ ഭക്തജനങ്ങളൊക്കെ അവർ നേരിട്ട് ക്യാമറയോട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും അരുണിനോട് വളരെ സ്വകാര്യമായൊക്കെ അവർ എന്താണ് പറയുന്നത്? അവർക്ക് വല്ലാത്ത വിഷമത്തിലൊക്കെ ആയിരിക്കുമല്ലേ അയ്യപ്പ ഭക്തർ? തീർച്ചയായും കോടാനുകോടി ഭക്തജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്, അഭയ കേന്ദ്രമാണ് ഭഗവാന്റെ. ശരിക്കും ഭക്തർ പറയുന്ന പോലെ ഒറ്റ വിളിക്ക് ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ വിശ്വാസം. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആ ജീവിതത്തിൽ തരണം ചെയ്യാൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഒരേ ഒരു മന്ത്രം മാത്രം മതി. അതുതന്നെയാണ് ഭക്തർക്ക് ശക്തിയും. അതായത് മറ്റൊരു തീർത്ഥാടന കേന്ദ്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അത്ര വലിയ, കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ശബരിമലയിലേക്ക് എത്തണമെങ്കിൽ, ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തണമെങ്കിൽ ഉദ്ഘാടനത്തിലൂടെ ആ മലകൾ കയറി വേണം ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ. അതോടൊപ്പം തന്നെ 41 ദിവസത്തെ വ്രതമെടുത്ത് മാലയിട്ടുകൊണ്ട് ഇരുമുടി കെട്ടേന്തി വേണം ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ. അങ്ങനെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സവിശേഷതകൾ, ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചു വേണം ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ. ഇവിടെ എത്തുമ്പോൾ കേവലം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ്. ആ സമയത്ത് 1 സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ 2 സെക്കൻഡ് ആയിരിക്കും, 3 സെക്കൻഡ് ആയിരിക്കും ഭഗവാനെ കാണാൻ. പക്ഷേ ആ ഒരു സെക്കൻഡ് ജീവിതത്തിലെ അമൂല്യമായ ഒരു ദിവസമാണ്, ആ സമയമാണ്. അത് വലിയ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഭഗവാന് മുന്നിലേക്ക് എല്ലാം സർവ്വതും സമർപ്പിക്കുന്ന ഒരു ഭക്തജന സമൂഹമാണുള്ളത്. അവരുടെ മുന്നിലേക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ശബരിമലയുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ, അതോടൊപ്പം തന്നെ ചെയ്തികൾ, ദേവസ്വം ബോർഡിൻ്റെ ഈ ഭരണം നടത്തുന്ന മാറി മാറി വന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചകൾ, അവർ നിയോഗിച്ച ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ, ഭക്തരെ സംബന്ധിച്ച്
സംബന്ധിച്ചോളം ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ തന്നെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ രാവിലെ ആരംഭിച്ച SITയുടെ പരിശോധന ഇന്നും തുടരുകയാണ്. 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആ പരിശോധന അല്പസമയങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ടോടെ തന്നെ ആ പരിശോധന പൂർത്തിയാക്കാം. കാരണം ഈ സ്വർണ്ണപ്പാളികളുടെ ഈ ഒരു സമഗ്രമായ ഒരു റിപ്പോർട്ട്, ശാസ്ത്രീയമായ റിപ്പോർട്ട്, ആധികാരികമായ ഒരു റിപ്പോർട്ട് അത് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ഹൈക്കോടതിയിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം SITക്കുണ്ട്. കാരണം അത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ പരിശോധനയുടെ വിവരങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ഇനി നോക്കേണ്ടതാണ് വരും മണിക്കൂറിൽ, അല്ലേ? ശരിയാണ്, തട്ടിപ്പല്ലേ.